ഇതിന്റെ ഇടതുഭാഗത്ത് കാണുന്നത് ആർളം ഫാം. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ആനയൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ സുബജ ബാണ്ടക്കെട്ടെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതും വെള്ളത്തിൽ ഇറങ്ങിയാണ്. പഴുതുവേ. ഇനി പുഴയിൽ ഇത് നേരത്തെ പുഴയിലേക്ക് ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളടുത്ത് നേരെ പുഴയിലേക്ക്. ഇതാ എങ്ങോട്ടാ പോന്നെ? അപ്പൊ നമ്മള് ഏതും പറഞ്ഞ പോലെ പുഴേൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത് പാലപ്പുഴ. ഇതാണ് പാലപ്പുഴ. കാക്കയങ്ങാടിന് തൊട്ടടുത്താണ് ഈ പുഴയുള്ളത്. ഇതിൻ്റെ ഇടതുഭാഗത്ത് കാണുന്നത് ആർളം ഫാം. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ആനയൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണിത്. ദൂരെ ഒരു പാലം കാണുന്നുണ്ട്. അതാണ് ആർളം ഫാമുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇതാണ് ആ പാലം ദൂരെ കാണുന്നത്. ഇപ്പുറത്തെ ഭാഗം നമ്മളിപ്പോൾ ഇറങ്ങിയത് ഈ ഭാഗത്താണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഞാൻ കളിച്ചു വളർന്ന നാടിന് തൊട്ടടുത്താണ് ഈ പുഴ എങ്കിലും കുട്ടിക്കാലത്ത് ഈ പുഴയിൽ വരാനുള്ള പെർമിഷൻ വീട്ടിൽ നിന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഏതിനെയും കൂട്ടി ഇതേ സ്ഥലത്ത് വന്നിരുന്നു. ആഴം കുറഞ്ഞിടത്താണ് ഞങ്ങൾ അന്നും ഇറങ്ങിയിരുന്നത്. നല്ല വേനലായതുകൊണ്ടും കിണർവെള്ളം ലഭ്യത കുറവ് കൊണ്ടും ദേശത്തും പരദേശത്തു നിന്നും വാഹനത്തിലും അല്ലാതെയും നിരവധി ആൾക്കാരാണ് തുണിയലക്കാനും കുളിക്കാനുമൊക്കെയായി ഇവിടെ വരുന്നത്. പുഴ ദേശവാസികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്, അതുപോലെ അപകടവും. ഇപ്പോൾ ശാന്തമായൊഴുകുന്ന ഈ പുഴ ശക്തമായ മഴക്കാലത്ത് പുഴയുടെ ഭാവം മാറും. ഫാമിലേക്കുള്ള പാലവും കടന്ന് പുഴ സംഹാര താണ്ഡവമാടും. അപ്പുറത്തെ വഴിയുണ്ടായിട്ട് ഇതിലേ കഷ്ടപ്പെട്ട് പോവാൻ. സൂര്യന്റെ ചൂടിനെ ആഗിരണം ചെയ്ത പാറ ഏതന്റെ കുഞ്ഞിക്കാലിനെ നോവിച്ചു. ഏതൻ അത്യധികം ആഹ്ലാദത്തിൽ. കാല് കൊള്ളുന്നുണ്ട്. അതാ ഇത് നിൽക്കാത്ത. നീ വെള്ളം തൊട്ടൊക്കെ എന്നാ അവസ്ഥ? വെള്ളം അവിടെ ഇരുന്നോ, അവിടെ ഇറങ്ങിക്കോ. അങ്ങനെ ഇതും വെള്ളത്തിൽ ഇറങ്ങിയാണ്. പഴുതുവേ. ഹാപ്പി
ഓനെ ഒറ്റക്ക് ഫ്രീ ആയിട്ട് വിടണോ? അയ്യോ അങ്ങോട്ട് പോണ്ട മോനെ, വഴുക്കും. ശാന്തമായി ഒഴുകുന്ന ഈ പുഴക്കടിയിൽ ഒരു രൗദ്രഭാവമുണ്ട്. ഞാൻ ഒരു ദുരന്ത കഥ പറയാം. കഴിഞ്ഞ തവണ നമ്മൾ ഇതേ സ്ഥലത്ത് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പുഴയുടെ മേൽഭാഗത്ത് ഒരു കരച്ചിൽ കേൾക്കുന്ന പോലെ തോന്നി. ആദ്യം ശ്രദ്ധിച്ചില്ല. ആകാശത്ത് ഒരു കൊക്ക് പേടിച്ചുകൊണ്ട് പറന്നകലുന്നു. നോക്കുമ്പോൾ അതാ ഒരു 100 മീറ്റർ അകലെയായി രണ്ടുപേർ പുഴയിലേക്ക് നോക്കി നിൽക്കുന്നു. പുഴയിലേക്ക് ചൂണ്ടുന്നുമൊക്കെയുണ്ട്. കാര്യം മനസ്സിലായി, ആരോ വെള്ളത്തിൽ പോയിരിക്കുന്നു. പെട്ടെന്ന് ആൾക്കാരുടെ എണ്ണം കൂടുന്നു. ഞാൻ വേഗം വെള്ളത്തിലും പാറകൾക്കിടയിലൂടെയും തിരഞ്ഞുകൊണ്ട് അവർക്കരികിലേക്ക് ചെന്നു. അവിടെ എങ്ങും ഇല്ലല്ലോ എന്ന് അവർ എന്നോട് ആംഗ്യഭാഷയിൽ ചോദിക്കുന്നുമുണ്ട്. ഞാൻ തിരഞ്ഞ് അവർക്കരികിലെത്തി. കരയ്ക്ക് ഒരാൾ തലയിൽ കൈവച്ചുകൊണ്ട് തളർന്നിരിക്കുന്നു. അപ്പോഴേക്ക് പോലീസും ഫയർഫോഴ്സും എത്തി. ഇവിടെ നിന്ന എല്ലാവരുടെയും മുഖത്ത് ഭയാനകത. സ്ത്രീകളും കുട്ടികളും എല്ലാവരുമുണ്ട്. വയനാട്ടിൽ നിന്നും ആലക്കോട് വിവാഹത്തിനോ മറ്റോ പോയ സംഘമാണ്. പുഴ കണ്ടപ്പോൾ കുളിക്കാനായി ഇറങ്ങിയതാവാം, കയത്തിൽ അകപ്പെട്ടതുമാവാം. ഒടുവിൽ നാട്ടുകാരനിൽ ഒരാൾ തിരച്ചിലിനിടെ കൈപൊന്തിച്ചു. എല്ലാ തിരച്ചിലുകാരും അവിടേക്ക് പാഞ്ഞെത്തി. ദയനീയമായ കാഴ്ച. ചേതനയേറ്റ അദ്ദേഹത്തിൻ്റെ ശരീരം വെള്ളത്തിൽ നിന്നും എടുത്തുയർത്തുന്നു. കരക്ക് കൊണ്ടുവന്ന് കിടത്തി. 45 അതിനു മുകളിലോ പ്രായമുണ്ടാവും. റെസ്ക്യൂ ടീം ശ്വാസം കൊടുത്തു. വയറ് ഞെക്കി കുടിച്ച വെള്ളം പുറത്തേക്ക് കളഞ്ഞു. മദ്യത്തിൻ്റെ ഗന്ധം അവിടമാകെ പരന്നു. ജീവൻ തിരിച്ചുപിടിക്കാൻ ഏറെ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായിരുന്നു. ഞാൻ തിരിച്ച് ഭാര്യയുടെയും മകൻ്റെയും അരികിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ മറ്റൊരു സംഭവം ഉണ്ടായി. കുളിക്കാനായി പുഴയിലേക്ക് ഇറങ്ങേണ്ട സ്ഥലം കാക്കയങ്ങാടുള്ള എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞു തന്നത്. ഒരാൾ വെള്ളത്തിൽ പോയെന്ന് അവിടമാകെ കാട്ടുതീ പോലെ പടർന്നിരുന്നു. എൻ്റെ സുഹൃത്ത് പറഞ്ഞു തന്നതും അദ്ദേഹം ആഴത്തിൽ പെട്ടുപോയതും ഒരേ സ്ഥലമായിരുന്നു. എൻ്റെ ഫോണിലേക്ക് അവൻ തുരുതരേ വിളി. ഭാര്യ ഫോണെടുത്തു കാര്യം പറഞ്ഞപ്പോഴാണത്രേ അവനെ ശ്വാസം നേരെ വീണത്. പക്ഷേ ഈ നടന്നതൊക്കെയും ഞങ്ങളുടെ കയ്യെത്തും ദൂരത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ടാക്കി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടം വിട്ടു. വീട്ടിലെത്തും വരെയും തികഞ്ഞ മൂകത. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. നമ്മളിവിടുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ കണ്ണ് ഇതാ ചോന്നിട്ടുണ്ട്. കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ട് ഇതിൻ്റെ കണ്ണ് ചോന്നിട്ടുണ്ട്. ക്ഷീണം പിടിച്ചിട്ടുണ്ട് ഇതിന്. ഇതൻ കുറേ ദിവസമായല്ലേ ഇതിനിങ്ങനെ വെള്ളത്തിൽ കുളിക്കാന്ന് പറയുന്നത്. മതിയായ ഇതിന് മതിയായിട്ടൊന്നും ഇല്ല. പിന്നെ നമ്മളിങ്ങനെ നെയ്ച്ചോറ് ചിക്കനും തരാന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ? നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഇതൻ വന്ന ആവേശമെല്ലാം കെട്ടടങ്ങി ഭയങ്കര ക്ഷീണിച്ചു പോയി. കുറേ വെള്ളം കുടിച്ച്. അപ്പൊ സുബജ പാണ്ടക്കെട്ടെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടുന്ന് പോവാന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ആർല ഫാം പുഴയോട്, പാലപ്പുഴയോട് വിട പറയുകയാണ്. ഏതനും അമ്മയും കൂടെ അങ്ങനെ പോകുന്നു.
അപ്പോൾ നമ്മളങ്ങനെ മേലെ റോഡിലെത്താനായി. ഈ കമ്പിക്ക് നോക്കണേ, തൊടാൻ വിടണ്ട. ഷോക്ക് ഇപ്പം നിലവിലില്ല. പക്ഷേ വണ്ടി എടുത്തിട്ട് വരേ, വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. ആഹാ